ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്, ഉരുകം പള്ളി പെരുന്നാളാണ്. സോ പെരുന്നാൾ വ്ളോഗാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളത്. കാരണം നമുക്ക് ഇന്ന് കാറ്ററിങ്ങിൻ്റെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബഹള ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെല്ലാൻ ലേറ്റ് ആവണമെന്ന് പറഞ്ഞിട്ട് അമ്മ എന്നെ ചീത്തി തരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നതാണ്. നേരെ അടുക്കളയിൽ കയറാം. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കിത് ഫോൺ ആ നേരത്തെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ചുറ്റും തെരഞ്ഞേക്കും. പിന്നെ ഒന്ന് വീഡിയോ എടുത്ത് തരാൻ പറ്റിയ മുതലുകളൊക്കെ കിടന്നുറങ്ങാണ്. കേസ് എഴുന്നേറ്റിട്ടില്ല, ആരും എഴുന്നേറ്റിട്ടില്ല. ചിഞ്ചു പള്ളിയിൽ പോയി. അവളാണ് ഇന്ന് പെരുന്നാളിൻ്റെ കുർബാനയുടെ വായന, മറ്റേ ബൈബിൾ വായന. അപ്പോൾ അവൾ പള്ളിയിൽ പോയി. അപ്പം അതൊക്കെയാണ് നിലവിലത്തെ ഒരു അവസ്ഥ. എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയണം. ആസ് യൂഷ്വൽ ഞാൻ പറയാനുള്ളത് പോലെ തന്നെ കണ്ടറിയണം. അപ്പോൾ എന്താ നമ്മുടെ പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഹാർദരമായ സ്വാഗതം. ഇവിടെ ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഫ്രൈ ആയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പുറത്തടുപ്പിൽ ചിക്കൻ ഫ്രൈ ആയത് നമുക്ക് കറിയാക്കാനുള്ള സവാള വഴറ്റിക്കൊണ്ടിരിക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. ഞങ്ങളുടെ വീട്ടില് കൊരങ്ങന, ഞങ്ങക്ക് പുതിയ കൊരങ്ങന കിട്ടി. കൊരങ്ങ മരത്തിലെ കാരാ ചെയ്യാ പറയും. അപ്പൊ ഫുള്ള് അലയും തീ പോരെ, പാളി കത്തണം. തീ സോ വാട്ട് ആർ യു ഡൂയിങ്? ഫ്ലിപ്സിലാണോ സാർ എടുക്കണേ? കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കാണ്. ഇനി ഇതിനെ കുത്തി എഴുന്നേപ്പിച്ച് വേണം നമുക്ക് പ്രദക്ഷിണത്തിന് പോവാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ കേറ്ററിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി ഒക്കെ അടച്ചു വെച്ച് ഞാൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരുവിധം കലാപരിപാടികളും കഴിഞ്ഞു. അതായത് നമ്മുടെ കാറ്ററിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞു. എന്താണ്, പള്ളി പോണ്ടേ നമുക്കിനി? ഓക്കെ, അപ്പോൾ നമ്മളിനി പള്ളിയിൽ പോവാം. പ്രദക്ഷിണമൊക്കെ ഇറങ്ങി. അപ്പനും സിജുമോറൊക്കെ പ്രദക്ഷിണത്തിൽ പോയിട്ടുണ്ട്. നമ്മളിനി പിള്ളേരൊക്കെ റെഡിയാക്കി നമ്മളിനി പോവാം. അതാണ് ഇന്ന് നമ്മുടെ പരിപാടി. അപ്പം നമുക്ക് പള്ളിയിൽ പോയിട്ട് കാണാലോ. പള്ളിയിൽ പോവാം. റെഡി? അന്നതൊക്കെ അടച്ചോ, അതും കൊണ്ട് പോടാം. അപ്പൊ വേറെ ടോയൊന്നും ആരും മനസ്സിലില്ല കേട്ടോ. ആയ് മിലു, മിലുവിന്റെ ചെരുപ്പ് മാറിയില്ലല്ലോ. ഷൂ ചെരുപ്പ് ഇടണ്ടേ? ലല്ലപ്പനാണോ ഡ്രൈവ് ചെയ്യാൻ പോണേ? കുഞ്ഞ് നമ്മുടെ മോള് കുഞ്ഞ് റെഡി? പള്ളിയിൽ പോവാം. പള്ളിയിൽ പോവാം. അമ്മേനെ കൊണ്ടുപോ. ഹായ് പറഞ്ഞോ. ഹായ്, സുഖാണോ എന്ന് ചോദിക്കേ. സുഖാണ്. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ പിണ്ടി. ചെറിയൊരു ചെരിവ് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ചെരിയില്ല കേട്ടോ. അപ്പോൾ കാണാനുള്ളവർക്ക് ഈ സൈഡിൽ നിന്ന് വന്ന് കണ്ടാൽ മതി. ആൻഡ് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. രാത്രിത്തെ വ്യൂ ഞാൻ കാണിക്കുന്നതായിരിക്കും. എന്താണ് പരിപാടി? ഓ, ലൈനായിട്ട് നിൽക്കണേ. പേപ്പനെയും മിനി വിളിച്ചിട്ട് വാ. ചെല്ല് ജോഷി, പേപ്പനെയും മിനി വിളിച്ചിട്ട് വാ. ഓ,
ഇവിടെ നോക്കട്ടാ, ഇവിടെ നോക്കി സംസാരിക്കും. മുകളിലേക്ക് നോക്കി കഴിഞ്ഞിക്കോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മള് പള്ളിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് റെഡിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഈ ഒരു വൈബിൽ ഇരുന്ന് കഴിക്കുക. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വൈബിൽ നമ്മളിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഫുഡ് കഴിക്കുക, ഇത്തിരി മത്തപ്പൂ പൂത്തിരി ലാത്തിരി ഒക്കെ കത്തിക്കണം. പക്ഷെ നമ്മുടെ എല്ലാത്തിനൊക്കെ പേടിയായി കാരണം നമ്മളത് പെൻഡിങ്ങിൽ വെച്ചേക്കാണ്. ചേരം കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ കത്തിക്കും, ഇതല്ലെങ്കിൽ നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കും നാളെ പകൽ. ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ട് ഞാൻ ഇപ്പോഴാണ് ചോറ് എന്ന് പറഞ്ഞ സംഭവം കഴിക്കണത്. സംഭവം വിശപ്പില്ലാണ്ടാണ്. വെള്ളം ഭയങ്കര ചൂടായ കാരണം വെള്ളം കുടിച്ച് അങ്ങനെ നടക്കുക. ഇന്ന് ഇപ്പോഴെങ്കിലും ഞാൻ ചോറ് കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു മൊത്തത്തിലൊരു എനർജി ഔട്ടായിപ്പോയി. ചോറ് കഴിക്കട്ടെ. സൂപ്പർ മാങ്ങക്കറി. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാളിന്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മളിനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല, ഇനി കയറുന്ന ഉറങ്ങാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഉറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കരിഞ്ഞുണങ്ങിയ പിണ്ടിയുടെ മുമ്പിൽ നിന്നും ക്യാമറമാൻ സിജുവിനൊപ്പം ജസ്റ്റ്